ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ചും മരിച്ചവരെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമൊക്കെ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്ന ഒരു സമയം, അപ്പോൾ ഒത്തിരി സന്ദേശങ്ങൾ നമ്മളിലേക്ക് എത്തുന്നൊരു സമയം. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആത്മാവ് ഒരു പ്രേരണ നൽകുന്നത് നിത്യജീവിതം എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. എന്താണ് നിത്യജീവിതം? എന്താണ് എൻ്റെ അർത്ഥം? കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം നൽകാമെന്ന് നമുക്ക് തോന്നിയാലും ഒത്തിരിയേറെ തെറ്റുകൾ വരാവുന്ന ഒരു ചോദ്യമാണിത്. അത് വിശദീകരിക്കാൻ ശ്രമിക്കാം. നിത്യജീവിതം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് എന്നും ജീവിച്ചിരിക്കുന്ന അവസ്ഥ, ജനിച്ചു കഴിഞ്ഞ് പിന്നീട് ഒരിക്കലും അവസാനമില്ലാത്ത ഒരു ജീവിതം. എന്നാൽ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് അതല്ല നിത്യജീവിതം. എന്താ കാരണം? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ അങ്ങനെയാണുള്ള അവസ്ഥ. നരകത്തിലേക്ക് പോകുന്ന ആത്മാവും എന്നേക്കുമായിട്ട് അവിടെ കിടക്കുകയല്ലേ. നരകത്തിലും ഇത് തന്നെയാണുള്ള അവസ്ഥ. നരകത്തിലെത്തുന്ന ഒരു ആത്മാവ് ഒരിക്കലും അവസാനമില്ലാതെ അവിടെ ജീവിക്കുകയല്ലേ. അതുകൊണ്ടല്ലേ അവർക്ക് വേദനയുള്ളത്. അപ്പോൾ നിത്യജീവിതം എന്നതിന് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉന്നതമായ ചില അർത്ഥങ്ങളാണ് സഭ നൽകുന്നത്, അല്ലെങ്കിൽ വചനം പഠിപ്പിക്കുന്നത്. കത്തോലിക്കാ സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം 156 ചോദ്യത്തിൻ്റെ ഉത്തരം. എന്താണ് നിത്യജീവിതം? ഉത്തരം പറയുകയാണ്, നിത്യജീവിതം മാമോദീസയിൽ കൂടി ആരംഭിക്കുന്നു, മരണത്തിൽ കൂടി തുടരുന്നു, അതിനൊരിക്കലും അവസാനമുണ്ടായിരിക്കുകയില്ല. നിത്യജീവിതം മാമോദീസയിൽ ആരംഭിക്കുന്നു, മരണത്തിലൂടെ തുടരുന്നു, അതിനൊരിക്കലും അവസാനമുണ്ടായിരിക്കുകയില്ല. മുമ്പ് നമ്മൾ ചിന്തിച്ചെങ്ങനെയായിരുന്നു? നമ്മൾ ജനിച്ചപ്പോൾ ആരംഭിച്ചതാണ് നിത്യജീവിതം. അല്ല, സഭ പഠിപ്പിക്കുന്നത് മാമോദീസയിലാണ് നിത്യജീവിതം ആരംഭിച്ചത്. എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം? അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. നമ്മൾ ഉത്ഭവഭാവത്തിൽ ജനിച്ചവരാണ്. ജനിച്ചപ്പോൾ നമ്മൾ മരിച്ചാണ് ജനിച്ചു വീണത്. നമ്മൾ മരിച്ചവരായിട്ടാണ് ജനിച്ചു വീണത്. എങ്ങനെയാണ് സംഭവിച്ചത്? ആദിപാപത്തിൽ, ഉത്ഭവഭാവത്തിലൂടെ ആദിപാപത്തിൽ, അല്ലെങ്കിൽ ആദിപാപത്തിലൂടെ ഉത്ഭവഭാവത്തിൽ ജനിച്ചു വീണ നമ്മൾ ജനന സമയത്ത് മരിച്ചവരായിട്ടാണ്, ആത്മീയമായിട്ട് മരിച്ചവരായിട്ടാണ് നമ്മൾ പിറന്നു വീണത്. അങ്ങനെ മരിച്ചവരായി പിറന്നു വീണ നമ്മളെ ജനിപ്പിച്ചത് മാമോദീസ എന്ന ഉദാശയാണ്. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് നമുക്ക് ജീവനുണ്ടായത്, ജീവൻ്റെ തുടിപ്പ് നമുക്ക് ലഭിച്ചത് മാമോദീസയിലാണ്. എന്താ അങ്ങനെ? അവിടെ ഈ മാമോദീസയിൽ എന്താ സംഭവിച്ചത്? ശ്രദ്ധിക്കുക കേട്ടോ, പ്രധാനപ്പെട്ട രാശിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. എന്താണ് മാമോദീസയിൽ സംഭവിച്ചത്? നമ്മളിന്ന് പരിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ ഈ കാലഘട്ടം ഒത്തിരിയേറെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒത്തിരിയേറെ നമ്മൾ പഠിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കുദാശയാണ് വിശുദ്ധ മാമോദീസ. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതനുസരിച്ച് നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വലിയ വലിയ ബോധ്യങ്ങൾ ലഭിക്കും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഒറ്റ കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മാമോദീസയിൽ എന്ത് സംഭവിച്ചു? നമ്മൾ മാമോദീസ മുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് മാമോദീസ മുക്കുന്നത്: ഐ ബാപ്റ്റൈസ്ഡ് യു ഇൻ ടു ദ ഫാദർ, ഇൻ ടു ദ സൺ ആൻഡ് ഇൻ ടു ദ ഹോളി സ്പിരിറ്റ്. പിതാവിൻ്റെ വ്യക്തിത്വത്തിലേക്കും പുത്രൻ്റെ വ്യക്തിത്വത്തിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തിലേക്കും ഞാൻ നിന്നെ മാമോദീസ മുക്കുന്നു. അപ്പോൾ മാമോദീസ മുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ത്രിത്വത്തിലേക്ക് ഒരു വ്യക്തിയെ ചേർക്കുക എന്നാണ്. അവിടെയാണ് നമുക്ക് നിത്യജീവൻ്റെ ആരംഭം. ഇനി നിങ്ങൾ ഈശ്വരൻ്റെ വചനം ഓർമ്മിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം. ഈശോ പറയുകയാണ്, ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച ഈശോ മിശിഹായെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യൂണിയൻ വിത്ത് ട്രിനിറ്റി. പരിശുദ്ധ ത്രിത്വത്തോടുള്ള ഐക്യത്തിലാണ് നിത്യജീവൻ. അതെപ്പോഴാണ് നമുക്ക് ലഭിച്ചത്? മാമോദീസയിൽ. ഇനി എന്തുകൊണ്ടാണ് അതങ്ങനെ ആവശ്യമായിട്ട് വന്നത്? നമ്മൾ പരമ്പരാഗതമായിട്ട് പഠിച്ചിട്ടുള്ളൊരു കാര്യം, പണ്ട് കാരിക്കസിലൊക്കെ പഠിച്ചതാണ്. നിന്നെ സൃഷ്ടിച്ചതാര്
നമ്മൾ ചാടി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ദൈവം. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1:26-27 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ദൈവം അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക് നമ്മുടെ, അപ്പോൾ ഒന്നിലധികം ആളുകൾ അവിടെ ഉണ്ട്. കാര്യം വ്യക്തമാണ്, പരിശുദ്ധ ത്രിത്വമാണ് പറയുന്നത്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് ആരുടെ ഛായയിലും സാദൃശ്യത്തിലുമാണ്? നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. നമ്മളെ സൃഷ്ടിച്ചത് പരിശുദ്ധ ത്രിത്വമാണ്. പാപം ചെയ്തപ്പോൾ നമ്മൾ അകന്നു പോയത് പരിശുദ്ധ ത്രിത്വത്തിൽ നിന്നാണ്. പാപം ചെയ്തപ്പോൾ നമുക്ക് നഷ്ടമായി പോയത് ഈ ത്രിത്വൈക ബന്ധവും ആ നിത്യജീവനുമാണ്. അപ്പോൾ നമുക്ക് നഷ്ടമായി പോയ നിത്യജീവൻ തിരിച്ചു കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിലേക്ക് തിരിച്ചു വരണം. അതിൻ്റെ ആരംഭമാണ് മാമോദീസ എന്ന കൂദാശ. അതിന് മുന്നോട്ട് തുടരുകയാണ്. മുന്നോട്ട് പോയി നമ്മൾ വിശുദ്ധിയിൽ, ഈശോ ഒരു വചനം പറഞ്ഞ് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ ഞങ്ങൾ അവൻ്റെ അടുത്ത് വരികയും അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ ഈശോയെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ച് ഈശോയുടെ വചനങ്ങൾ പാലിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധ ത്രിത്വത്തോടുള്ള പൂർണ്ണമായ ഐക്യം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നിത്യജീവനിലായി, സ്വർഗത്തിലായി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ മരണാന്ത ജീവിതത്തെക്കുറിച്ച്, നിത്യജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ, ഈ മാസങ്ങളിലൊക്കെ നമുക്ക് എന്താണ് നിത്യജീവിതം എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി താമസിക്കുന്നതൊന്നുമല്ല. അതിൻ്റെ അപ്പുറത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തോട് ആഴത്തിലുള്ളൊരു സ്നേഹബന്ധം നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണ്. ഉണ്ടാകുന്ന എങ്ങനെയാണ്? ഈശോയുടെ വചനങ്ങൾ ജീവിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഒരു സത്യം ബോധ്യപ്പെട്ടിട്ട് അതിനനുസൃതമായ രീതിയിലുള്ള നല്ല ബോധ്യങ്ങൾ, ജീവിതശൈലികളൊക്കെ നമ്മളിൽ ഉണ്ടാകണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ നല്ല സഹായവും കൃപയും നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.